ഹലോ, ഞാനുണ്ടല്ലോ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയ അല്ലെങ്കിൽ ഭയങ്കര ഗൂസ് ബംസ് വന്ന ഒരു മൊമെൻറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. നിങ്ങൾ പല ആളുകൾക്കും തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഫെയിലിയറാണ്, അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഓർത്ത് നോക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ബാക്കോട്ട്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയം, അപ്പോൾ ഡിഗ്രിക്ക് എവിടെയാണെന്നും എന്തൊന്നും ഞാൻ പേരുകളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പൊളിറ്റിക്സിൽ സജീവമായിരുന്നു അന്ന്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ പ്രകടനമോ അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവും ഒക്കെ ചെയ്യും. പിന്നെ കുറച്ച് എനിക്ക് അധിക പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴും ഭയങ്കര, ടീച്ചർക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ടീച്ചർക്ക് ഒന്നാമത് നമ്മുടെ പൊളിറ്റിക്സ് നമ്മുടെ സംഘടന അല്ലാത്തതുകൊണ്ടായിരിക്കാം എന്തോ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ടീച്ചറാണെങ്കിൽ എപ്പോഴും പ്രാഗുമായിരുന്നു കേട്ടോ എന്നെ, ഇനിയൊന്നും എവിടെ എത്താൻ പോകുന്നില്ല, ഇനിയൊക്കെ എന്താവാനാന്ന് പറഞ്ഞിട്ട് നമ്മളെ നോർമൽ ആൺപിള്ളേർക്ക് കിട്ടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അമ്മ പാരൻസ് മീറ്റിങ്ങിന് വരും, അവർ പറയുന്നത് കേൾക്കും, കരയും, എന്നോട് മിണ്ടാതിരിക്കും, അടി ഉണ്ടാക്കും. ഇതൊക്കെ എനിക്ക് സ്ഥിരമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ LLBക്ക് ജോയിൻ ചെയ്തു. LLB ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക കോഴിക്കോട്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ നമ്മുടെ ചെക്ക് കേസുകൾ ഡീൽ ചെയ്യുന്ന നമ്മുടെ ഒരു കോടതിയുണ്ട്, ഏഴാം കോടതി. ഏഴാം കോടതിയിൽ എനിക്ക് മാറ്റർ ഉണ്ടായിട്ട് ഞാനിങ്ങനെ അവിടെ പോയ സമയത്ത് ഞാൻ കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ടാണ് ഹാജരായത് കേട്ടോ. അപ്പം ഞാനതിന് കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഹാജരായി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ അക്യൂസ്ഡ് കയറി നിൽക്കുന്ന നമ്മുടെ പ്രതിക്കൂടുണ്ടല്ലോ, അവിടെയുണ്ട് നമ്മുടെ പറഞ്ഞ നമ്മുടെ മിസ്സ് നിൽക്കുന്നത്. എനിക്ക് ഒരു നിമിഷം ഞാൻ കോർട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ പാടെ ടീച്ചർ എൻ്റെ അടുത്ത് ഓടി അവർ ചോദിച്ചു, നീ വക്കീലായോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ വക്കീലാണ്, ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ടീച്ചർ എൻ്റെ അടുത്ത് ഇതിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെ ടീച്ചർ പോയി. എനിക്കെന്താണെന്നറിയില്ല, എനിക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല. കാരണം നമ്മളൊന്നും ആവില്ല എന്ന് പറഞ്ഞ ഒരാളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്, ആ ആൾ പ്രതിയായിട്ടുള്ള ഒരു കേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കംപ്ലൈനൻറ്റിൻ്റെ വക്കീലായിട്ട്. എനിക്കത് ഭയങ്കര ഒരു നമ്മളൊരു ഡ്രീം മൊമെൻറ്റ് പോലെ എനിക്ക് തോന്നി കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചാൽ, അപ്പം ഇങ്ങനത്തെ ചില മൊമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് ശരിക്കുള്ള ലഹരി കേട്ടോ. ആക്ച്വലി ശരിക്കും അതാണ് ഒരു അഡിക്ഷനാണ് അതൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള ചില മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് എൻജോയ് ചെയ്യാം.